മണ്ണാർക്കാട് കോട്ടോപ്പാടം KAHS വിദ്യാലയത്തിലെ ഹിന്ദി അധ്യാപകന് കരിമ്പ സർക്കാർ UP സ്കൂളിൽ നിയമനം നൽകിയതായി പരാതി. BJP കരിമ്പ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തിരുവനന്തപുരം എന്നിവർക്ക് പരാതി നൽകി. സ്കൂളിൽ നിലവിലുണ്ടായിരുന്ന ഹിന്ദി താൽക്കാലിക അധ്യാപികയെ മാറ്റിയാണ് പകരം എയ്ഡഡ് വിദ്യാലയത്തിലുള്ള അധ്യാപകനെ മുഴുവൻ സമയത്തേക്കായി നിയമിച്ചത്. കോട്ടോപ്പാടം സ്കൂളിൽ ഉണ്ടായിരുന്ന ഡിവിഷൻ നഷ്ടപ്പെട്ടതോടെ അധ്യാപകൻ ശ്യാമപ്രസാദിനെ GOP സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു. അധ്യാപകന്റെ രാഷ്ട്രീയ ഇടപെടലാണ് നിയമനം ലഭിക്കാൻ കാരണമെന്ന് BJP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശ്യാമപ്രസാദ് എന്ന വ്യക്തിയോടോ അദ്ദേഹത്തിന്റെ തൊഴിലിനോടോ നമുക്ക് വിയോജിപ്പില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം 12,500 പേരാണ് ഈ വർഷം മെയ് 31 സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചത്. അതിൽ കരിമ്പ പഞ്ചായത്തിലുള്ളവരുണ്ട്. നമുക്ക് പരിശോധിച്ചാൽ അറിയും, കരിമ്പ പഞ്ചായത്തിൽ ഈ തസ്തികയ്ക്ക് യോഗ്യതയുള്ള നിരവധി ആളുകൾ, നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ പരിശോധിച്ചറിയും, നിരവധി ആളുകൾ എക്സ്പീരിയൻസ് ഉള്ള, നേരത്തെ ഡെയിലി വേജിലായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ കരിമ്പ പഞ്ചായത്തിൽ തന്നെയുണ്ട്. അത് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഇവരെ ഒന്നും പരിഗണിക്കാതെ ഈ വ്യക്തിയെ മാത്രം പരിഗണിച്ചത് അത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്, രാഷ്ട്രീയ നിയമനം തന്നെയാണെന്നാണ് നമുക്ക് ആരോപിക്കുന്നത്. എയ്ഡഡ് സ്കൂളിലെ അധ്യാപകനെ മറ്റൊരു എയ്ഡഡ് സ്ഥാപനത്തിൽ ജോലി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ PSC നിയമനത്തിനായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി നിയമിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിനെ നിയമപരമായി നേരിടുമെന്ന് നേതാക്കൾ പറഞ്ഞു. അറിയാൻ കഴിയുന്നത് എന്തു തന്നെയായാലും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ഭൗതികമായിട്ടുള്ള ഒരു സമരമായിട്ടല്ല ഇതിനെ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഗവൺമെന്റ് ജോലി കാത്തിരിക്കുന്ന, കഷ്ടപ്പെട്ട് പഠിച്ച് വർഷങ്ങളായി കഷ്ടപ്പെട്ട് പഠിച്ച് ഗവൺമെന്റ് ജോലിക്ക് കാത്തിരിക്കുന്ന ഈ ഉദ്യോഗാർത്ഥികളുടെ ജീവിതത്തെ അരക്ഷിതാവസ്ഥയിലാക്കുന്ന ഒരു തീരുമാനമാണ്. BJP കരിമ്പ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KK ജയപ്രകാശ്, കല്ലടിക്കോട് ഏരിയ പ്രസിഡന്റ് P ശരത്, KR വിജയൻ, രാഹുൽ അച്ചാരത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.